നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ 10th ലെവൽ തൊട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷകളിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്: ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? അപ്പോൾ ലങ് ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത് എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യുക, എത്രയും വേഗം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? നമ്മുടെ കേരളം തന്നെയാണ് അല്ലെ. അപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ ഈ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകുക കേട്ടോ. വീണ്ടും ഒരു റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാനായി തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അല്ലെ. അപ്പൊ 2024 ജനുവരിയില് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയില് ലൈസൻസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധമാക്കാനായി തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? കേരളമാണ് അല്ലെ, കേരളമാണ്. ഓക്കെ, അപ്പൊ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം കേരളമാണ്. ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് വേണ്ടിയിട്ട് ലൈസൻസ് നിർബന്ധമാക്കിയ സംസ്ഥാനം ചോദിച്ചാലും കേരളം തന്നെയാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയില് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയില് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അതും കേരളം തന്നെയാണ് കേട്ടോ. അപ്പൊ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 4 ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കൂടാതെ 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? കേരളം തന്നെയാണ് കേട്ടോ. അപ്പൊ 24 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ലാതാക്കി മാറ്റിയ ഉത്തരവിറക്കിയ സംസ്ഥാനം ചോദിച്ചാലും അത് കേരളം തന്നെയാണ് അല്ലെ. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് വയനാടാണ് കേട്ടോ. അപ്പൊ 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയിലെ വേദിയാകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? അത് വയനാടാണ് കേട്ടോ. ഓക്കെ, അന്താരാഷ്ട്രയാണ്, ഇന്റർനാഷണൽ ഫ്ലവർ ഫെസ്റ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഇന്റർനാഷണൽ ഫ്ലവർ ഫെസ്റ്റ് 2024 വേദിയാവുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ വയനാടാണ്. 2024 സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ല ചോദിച്ചാലും ഏത് തന്നെയാണ്? വയനാട് തന്നെയാണ് കേട്ടോ. അതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ പറയുന്ന സ്കൂൾ ബഡ്സ്. ഓക്കെ, അപ്പൊ ബഡ് സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ല ചോദിച്ചാൽ അതും നമ്മുടെ വയനാട് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ എന്താണ്? കേരളത്തിനെ കുറിച്ചൊരു 4 പോയിന്റ് പഠിച്ചു, വയനാടിനെ കുറിച്ചൊരു 2 പോയിന്റ് പഠിച്ചു. എന്താണ് കാര്യം? എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയത് കേരളമാണ്. ഉച്ചഭക്ഷണ പദ്ധതിക്ക് ലൈസൻസ് നിർബന്ധമാക്കിയത് കേരളമാണ്. ഇന്ത്യൻ പാലിയേറ്റീവ് കെയർ നയം ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനുവരിയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ചോദിച്ചാലും കേരളം തന്നെയാണ്. പിന്നെ നമ്മൾ വയനാടിനെ കുറിച്ച് പഠിച്ച 2 പോയിന്റ് എന്താണ്? 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാവുന്ന ജില്ല ചോദിച്ചാൽ വയനാടാണ്. 2024 സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ല ചോദിച്ചാലും അതേത് തന്നെയാണ്? വയനാട് തന്നെയാണ് അല്ലെ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ 7ാമത്തെ പോയിന്റിലേക്ക് തന്നെ കടക്കാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന CPO അല്ലെങ്കിൽ WCPO കോഴ്സിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് 500 രൂപയാണ് പേയ്മെന്റ് ആയിട്ടുള്ളത്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. 9961616927 ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക, വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഗ്രൂപ്പിനകത്ത് ഈ പറയുന്ന CPOയുടെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് മുതൽ നമ്മുടെ കോഴ്സ് തീരുന്നവരെയുള്ള ലാസ്റ്റ് ക്ലാസ് വരെയുള്ള എല്ലാ മെറ്റീരിയൽസും
സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ എന്താണ് ഇനിയുള്ള ദിവസങ്ങളിലുള്ള മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ ഈ പറയുന്ന കോഴ്സിനകത്താണ്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നമ്മുടെ LDCയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, LDC LGSന്റെ കമ്പൈൻഡ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന LDC LGSന്റെ കമ്പൈൻഡ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 200 രൂപയാണ് പേയ്മെന്റ്. 200 രൂപ പേയ്മെന്റ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ സെയിം നമ്പറിലേക്ക് തന്നെയാണ്, നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും എത്രയും വേഗം തന്നെ നമ്മുടെ CPO LDC LGS ഒക്കെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ. നമ്മുടെ 7ാമത്തെ ചോദ്യം ഇതാണ്: 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? കാസർഗോഡാണ് അല്ലെ. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് കാസർഗോഡാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യമാണ്. നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നിലവിലത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 2.7 കോടി വോട്ടർമാരാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് ഏതാണ്? മലപ്പുറമാണെന്ന് അറിഞ്ഞിരിക്കുക. വോട്ടർമാർ ഏറ്റവും കുറവുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാടാണെന്ന് അറിഞ്ഞിരിക്കുക. സ്ത്രീ വോട്ടർമാർ അല്ലെങ്കിൽ ലേഡി വോട്ടേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ തന്നെയാണ്, മലപ്പുറമാണ്. അപ്പോൾ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളതും അതുപോലെ തന്നെ സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് മലപ്പുറമാണ്. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള എവിടെയാണെന്ന് അറിയാമോ? തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. പ്രവാസി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ പ്രവാസികൾ കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ വോട്ടർമാർ കൂടുതലുള്ളത് ചോദിച്ചാൽ അത് എവിടെയാണ്? മലപ്പുറത്താണ്. എന്ത് വോട്ടർമാർ കൂടുതലുള്ളത് ചോദിച്ചാൽ അത് മലപ്പുറമാണ്. വോട്ടർമാർ കുറവുള്ളത് ചോദിച്ചാൽ അത് വയനാടാണ്. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ളത് മലപ്പുറമാണ്. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ കൂടുതലുള്ളത് തിരുവനന്തപുരമാണ്. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് കോഴിക്കോടാണ് അല്ലെ. പ്രവാസികൾ കോഴിക്കോടാണ്. അപ്പോൾ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കേസാണ് കേരളത്തിൽ നിന്ന് 2.7 കോടി വോട്ടർമാരാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 9ാമത്തെ ചോദ്യമാണ്: കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ അത് മലയൻകീഴ് പഞ്ചായത്താണ് കേട്ടോ. അപ്പോ കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ അത് മലയൻകീഴിലെ തിരുവനന്തപുരത്തെ മലയൻകീഴ് പഞ്ചായത്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ 2024 വേദിയാകുന്നത് എവിടെയാണ്? തോന്നയ്ക്കലാണ് കേട്ടോ. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ 2024 വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തോന്നയ്ക്കലാണ്. തോന്നയ്ക്കലിലെ ബയോ ലൈഫ് സയൻസ് പാർക്കിൽ വെച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ. ഓക്കെ, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ എവിടെയാണ്? തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത 5 ചോദ്യങ്ങൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേള ചോദിച്ചാൽ വയനാടാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിന്റെ കിരീടം നേടിയത് വയനാടാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് കാസർഗോഡാണ്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2.7 കോടി വോട്ടർമാരാണ്. വോട്ടർമാർ കൂടുതൽ മലപ്പുറത്താണ്, കുറവ് വയനാടിലാണ്. സ്ത്രീ വോട്ടർമാർ ലേഡി വോട്ടേഴ്സ് കൂടുതൽ മലപ്പുറത്താണ്. ട്രാൻസ്ജെൻഡേഴ്സ് കൂടുതൽ തിരുവനന്തപുരത്താണ്. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് കോഴിക്കോടാണ് അല്ലെ. കോഴിക്കോടാണ്. ഓക്കെ, 9ാമത്തെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ മലയൻകീഴ് തിരുവനന്തപുരം ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ 2024 വേദിയാവുന്നത് തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കാണ് അല്ലെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ PSC ഗ്രൂപ്പുകളിലേക്കും കൂടി എന്ത് ചെയ്യുക? ഈ പറയുന്ന കറണ്ട് അഫെയർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ കറണ്ട് അഫെയർ വീഡിയോസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിലൂടെ കമന്റുകളായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 11ാമത്തെ ചോദ്യം ഇതാണ്: സംസ്ഥാനത്ത് പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്താണ് കേട്ടോ. നമ്മുടെ RCC അല്ലെ. RCC തിരുവനന്തപുരത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സംസ്ഥാനത്തിലെ തന്നെ ആദ്യത്തെ പൊതുമേഖലയിലെ പബ്ലിക് സെക്ടറിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ഒക്കെ വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ റീജിയണൽ ക്യാൻസർ സെന്ററിലാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ. നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ചോദിച്ചാൽ അത് കൊട്ടാരക്കരയാണെന്ന് അറിഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ ലിറ്ററസി കൈവരിക്കുന്ന നഗരസഭ ചോദിച്ചാൽ അത് ഏതാണ്? കൊട്ടാരക്കരയാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. കൊട്ടാരക്കരയാണ്.
അടുത്ത ചോദ്യം എന്താണ്? നമ്മുടെ 13ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ തുളസി വനം എവിടെയാണ്? കോന്നി ഇക്കോ ടൂറിസത്തിലാണ്. ഇത് പഠിച്ചു വെച്ചേക്കണേ. സംസ്ഥാനത്തിൽ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോന്നി എക്കോ ടൂറിസത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? ആലപ്പുഴയാണ് കേട്ടോ. നല്ലൊരു ചോദ്യമാണ്. 1 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അതെന്താണ്? അതെവിടെയാണ്? ആലപ്പുഴയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 1 ലക്ഷത്തിന് താഴെ, എന്താണ് 1 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള ചോദിച്ചാൽ അത് വർക്കലയാണ് കേട്ടോ. അപ്പോൾ 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അത് ആലപ്പുഴയാണ് വൃത്തിയുള്ളത്, 1 ലക്ഷത്തിന് താഴെയാണെങ്കിൽ അത് നമ്മുടെ തിരുവനന്തപുരം വർക്കലയാണ് വൃത്തിയുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത 5 ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ 2024 വേദി എവിടെയാണ്? തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക്, ബയോ ലൈഫ് സയൻസ് പാർക്കാണ്. സംസ്ഥാനത്തെ പൊതുമേഖലയിൽ തന്നെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് RCC തിരുവനന്തപുരം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നമ്മുടെ കേരളത്തിലെ നഗരസഭ ചോദിച്ചാൽ അത് കൊട്ടാരക്കരയാണ്. സംസ്ഥാനത്തിൽ തന്നെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് കോന്നി എക്കോ ടൂറിസത്തിലാണ്. 1 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള ജില്ലകളിലെ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ചോദിച്ചാൽ ആലപ്പുഴയാണ്. 1 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള ചോദിച്ചാൽ അത് നമ്മുടെ വർക്കലയാണ് അല്ലെ. അപ്പൊ അടുത്ത ചോദ്യം നമ്മുടെ 16ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗിന് വേദിയാകുന്നത് എവിടെയാണ്? നല്ലൊരു ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗിന് വേദിയാകുന്നത് ഹരിപ്പാടിലെ ചെപ്പാട്ടാണ് കേട്ടോ. ഹരിപ്പാട് ചെപ്പാട്ടിലാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗിന് വേദിയാകുന്നത് ഹരിപ്പാട് ചെപ്പാട്ടിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യമാണ്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. ആ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലാണ്. എലിക്കുളത്തിലെ റോബോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എലീന എന്ന് പേര് കൊടുത്തു കേട്ടോ. അപ്പോ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണം ചോദിച്ചാൽ അത് ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം. എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ എലീന എന്ന് പറയുന്ന റോബോട്ടാണ്. ഓക്കെ. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആരാണ്? 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് N ഗോപികൃഷ്ണനാണ്. തെറ്റിക്കരുത്, N ഗോപികൃഷ്ണനാണ്. 2024 ഹരിവരാസന പുരസ്കാരത്തിന് ജേതാവായത് ആരാണ്? അത് PK വീരമണിദാസനാണ് അല്ലെ. വീരമണിദാസനാണ്. അദ്ദേഹം ആരാണ്? ഒരു തമിഴ് ഗായകനാണ് നമ്മുടെ വീരമണിദാസൻ. അപ്പോൾ 2023 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ഗോപികൃഷ്ണനും 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് PK വീരമണിദാസനാണെന്ന് അറിഞ്ഞിരിക്കുക. ഓടക്കുഴല് N ഗോപികൃഷ്ണൻ, 24 ഹരിവരാസനം PK വീരമണി ദാസൻ. ഓക്കെ. അപ്പൊ ഈ 2 പോയിന്റ് തെറ്റിക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം നമ്മുടെ 20ാമത്തെ ചോദ്യമാണ്. 119ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ്? 119ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകന്റെ പേരെന്താണ്? സ്വാമി ആനന്ദതീർത്ഥൻ എന്നാണ്. പ്രഥമ സ്വാമി ആനന്ദതീർത്ഥൻ അവാർഡ് ലഭിക്കുന്ന ആർക്കെന്ന് ചോദിച്ചാൽ അത് പെരുമാൾ മുരുകനാണെന്ന് അറിഞ്ഞിരിക്കുക. പെരുമാൾ മുരുകനാണ്. ഈ 2 പോയിന്റ് അറിഞ്ഞിരിക്കുക. 119ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പി സ്വാമി വിവേകാനന്ദൻ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും ഓപ്ഷനിൽ. അതിൽ നമ്മൾ എഴുതേണ്ട ആരുടെ പേരാണ്? സ്വാമി ആനന്ദതീർത്ഥന്റെ പേരാണ്. അപ്പൊ പ്രഥമ സ്വാമി ആനന്ദതീർത്ഥൻ അവാർഡ് ലഭിക്കുന്ന ആർക്കെന്ന് ചോദിച്ചാൽ ആർക്കാണ്? അത് പെരുമാൾ മുരുകനാണ്. ആർക്കാണ്? പെരുമാൾ മുരുകനാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 5 ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഹരിപ്പാട് ചെപ്പാട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് റോബോട്ടിനെ നിയമിച്ചത് എലിക്കുളം പഞ്ചായത്ത് കോട്ടയം. റോബോട്ടിന്റെ പേര് എലീന എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 23 ഓടക്കുഴൽ അവാർഡ് അർഹനാവുന്ന ആരാണ്? N ഗോപികൃഷ്ണൻ. 24 കിട്ടുന്നത് ആർക്കാണ്? 24 ഹരിവരാസന പുരസ്കാരം കിട്ടുന്നത് PK വീരമണിദാസനാണ്. 119ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ആനന്ദതീർത്ഥനാണ് അല്ലെ. ആനന്ദതീർത്ഥനാണ്. എന്നാൽ പ്രഥമ സ്വാമി ആനന്ദതീർത്ഥൻ അവാർഡ് ലഭിക്കുന്നത് പെരുമാൾ മുരുകനാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്ന ചോദ്യം ഓർമ്മയുണ്ടല്ലോ? ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതെന്നായിരുന്നു നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വിസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ WCPO അതുപോലെ തന്നെ നമ്മുടെ WCPO കോഴ്സ് LDC LGSിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.